ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് തൃക്കാർത്തിക വിശേഷങ്ങളാണ്. നമ്മൾ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിലും തമിഴ്നാട്ടിലേ ഉള്ളൂ ഇത് അത്ര വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ കേരളത്തിൽ വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് നമ്മൾ ചെയ്യുക. പക്ഷേ കേരളത്തിൽ കാർത്തികേയനി ദേവിയുടെ ഇതാണെന്ന് വിചാരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലത് സുബ്രഹ്മണ്യ സ്വാമിയെ വിചാരിച്ചിട്ടാണ് അവർ ദീപം കൊളുത്തുന്നത് കേട്ടോ. മൺവിളക്കുകളിൽ നമ്മൾ സാധാരണ ദീപാവലിക്ക് ചെയ്യുന്ന മാതിരി മൺവിളക്കുകളിൽ ചെയ്ത് ദീപങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ലക്ഷ്മി വരട്ടെ എന്നും പറഞ്ഞിട്ട് ആദ്യം അവിടെ കൊളുത്തി വെച്ചു. പിന്നെയാണ് നമ്മുടെ ഫ്രണ്ട് ഇവിടേക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ വേഗം പോകുന്നതാണ് കേട്ടോ. അപ്പോൾ തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രമാണിത്. തിരുവാലത്തൂർ ഗ്രാമത്തിലാണ്, കുടുംബ പഞ്ചായത്തിൽ കേട്ടോ, പാലക്കാട് അവിടെയാണ്. അപ്പോൾ അവിടെ ഈ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളുണ്ടല്ലോ അമ്പലത്തിൻ്റെ, പാടങ്ങൾ മാത്രമാണ്. നല്ല വെറും പാടങ്ങൾ നിറഞ്ഞ് നിൽക്കുന്ന ജലസമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാലത്തൂർ മെയിനായിട്ട് കുളങ്ങളും പുഴയും എല്ലാം ഉള്ളതാണ്. ഇത് കണ്ടോ, അമ്പലക്കുളമാണ്, ഇത്ര വലിയ അമ്പലക്കുളം. അപ്പോൾ വടക്ക് സൈഡിൽ ഇതാണ് നദി, കണ്ണാടിപ്പുഴയാണ്. അപ്പോൾ അത് പകൽ നേരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായി കാണിക്കായിരുന്നു. അപ്പോൾ സന്ധ്യ ആകുമ്പോഴേക്ക് തന്നെ നല്ല ഇരുട്ടുമായിരുന്നു. നമ്മൾ അമ്പലത്തിലേക്ക് ആ നേരത്തല്ലേ പോവുക, എല്ലാ വിളക്കൊക്കെ കൊളുത്തിയ സമയത്തല്ലേ പോവുക. പിന്നെ വീട്ടിൽ കൊളുത്തിയതിൻ്റെ ശേഷമല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ഇത് കണ്ട് ഏറ്റവും വലിയ മതിലാണ് ഇതിൻ്റെ പ്രധാനം. കരിങ്കല്ലിൻ്റെ മതിൽക്കെട്ടാണ് കേട്ടോ. ഫുള്ള് ഇത്രയും വലിയ സ്ഥലത്ത് കരിങ്കല്ലിൻ്റെ മതിലാണ്. ഇത് 1001 വിളക്കുകളുണ്ട്, 4 പുറം കൂടിയിട്ടേ. അപ്പോൾ ഇത് കണ്ടോ, എത്രയാ ക്യൂ നിൽക്കണത് കണ്ടില്ലേ. ഇവിടെ മുകളിൽ മഹിഷാസുരമർദ്ദിനിയായിട്ടാണ്. പിന്നെ പരശുരാമനാണ് എന്നാണ് വിശ്വാസം കേട്ടോ. അവിടെ ഇത് ചെയ്തത് പ്രതിഷ്ഠ ചെയ്തത് പരശുരാമനാണെന്നാണ്. പിന്നെ താഴെ അന്നപൂർണേശ്വരിയായിട്ട് സ്വയംഭൂവാണ് അന്നപൂർണേശ്വരി. അപ്പോൾ എല്ലാം ഈ ചെനക്കത്തൂറാവട്ടെ ചോറ്റാനിക്കര ആവട്ടെ എല്ലാത്തിലും ഈ രണ്ട് രൂപങ്ങളുണ്ടല്ലേ ഭഗവതിയുടെ. ഒന്ന് മറ്റേ ദേശീയ അല്ലേ, എല്ലാവരെയും നിഗ്രഹിക്കാൻ പറ്റുന്ന ആ ഒരു രൂപം. മറ്റേത് എപ്പോഴും നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു രൂപം. ദേവിയുടെ 2 രൂപങ്ങളായിട്ടാണ് എല്ലാവിടെയും അല്ലേ. അപ്പോൾ കീഴ്ക്കാവും മേൽക്കാവും ഉണ്ടാവും അധികവും ഭഗവതി ക്ഷേത്രങ്ങളിൽ. അപ്പോൾ ഇവിടെ 2 ശ്രീകോവിലുണ്ട്, ഒരേ മതിലത്തെ 2 കൊടിമരങ്ങളുണ്ട്. പിന്നെ വൃശ്ചിക മാസത്തിലെ രോഹിണിയാണ് ആറാട്ട്. അപ്പോൾ വൃശ്ചിക മാസത്തിലെ കാർത്തികയാണല്ലോ തൃക്കാർത്തിക. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഉത്സവങ്ങൾ. ഇതവിടെ വലിയ ഇത് നടക്കുകയാണ് കേട്ടോ. ഓരോ ദിവസവും ഓരോ പരിപാടിയുണ്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണല്ലോ, നാളെയല്ലേ ആറാട്ട്. അപ്പോൾ ഇന്ന് ഓടക്കുഴൽ ഇതാണ്. ആകാശവാണിയിലത്തെ കലാകാരനാണെന്നൊക്കെ പറയുന്നു. അദ്ദേഹം ഈ ആൾക്കാരുടെയൊക്കെ ഇടയിൽ കൂടെ പോയിട്ടാണ് പരിപാടികൾ കേട്ടോ. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ, പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത്. അപ്പോൾ മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഇത്. ഇവിടെ ഈ കണ്ണാടിപ്പുഴയുടെ കരയിലാണ് കേട്ടോ ഇത്. അപ്പോൾ പകൽ നേരമാണെന്നുണ്ടെങ്കിൽ വടക്കേ ഗോപുരത്തിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാം പുഴയാണെന്നാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ നേരത്ത് അധികം പോകാൻ പറ്റില്ല, പേടിയാവും. അത്ര ഒരു ഇരുട്ടുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടില്ലേ. എല്ലാം കൊടിക്കൂറയൊക്കെ ഇങ്ങനെ. നാളെയാണ് കൊടിയിറക്കം, നാളെയാണല്ലോ ഇവിടുത്തെ ആറാട്ട് പ്രധാനപ്പെട്ട. കൊടിയേറിയിട്ട് കുറേയായി. അപ്പോൾ ഇത്രയോ വലിയ കണ്ടോ, 2 അമ്പലങ്ങൾക്കും കൂടിയിട്ട് ശരിക്ക് വട്ടത്തിലാണ് ഇവിടുത്തെ ശ്രീകോവിൽ. 2 ശ്രീകോവിലും കേട്ടോ. നല്ല ശരിക്ക് വട്ടാകൃതി വൃത്താകൃതിയിലാണ്. അപ്പോൾ ഇത് കിഴക്കേ ഗോപുരമാണ്. കിഴക്കേത് മാത്രം ശരിക്കും ഗോപുരം പണി കഴിഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു വിശേഷത. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂതഗണങ്ങളാണ് ഈ മതിൽ കെട്ട് പണിതെന്നാണ് വിശ്വാസം. കാരണം ഇപ്പോഴും അതേട്ടോ, മനുഷ്യന്മാർ കെട്ടിയ മാതിരിയൊന്നുമില്ല. അപ്പോൾ അവർ പകൽ നേരമായി രാത്രിയാണ് പണിതത്. ഒറ്റ ദിവസം കൊണ്ട് പണിയെടുത്തത് അത്രേ. അപ്പോൾ ശിവൻ പറഞ്ഞിട്ട് ചെയ്തതാണ് എന്നാണ് ശിവഭൂതഗണങ്ങൾ. അപ്പോൾ രാവിലെ ആയപ്പോൾ മനുഷ്യന്മാരെത്തിയപ്പോൾ അവർ പണി നിർത്തിപ്പോയി. അതിൻ്റെ ശേഷം ഇതാർക്കും പൂർത്തിയാക്കാനും പറ്റിയിട്ടില്ല എന്നാണ് പറയണത്. അത് പുരാണത്തിലത്തെ ഒരു കഥ ആൾക്കാരുടെ. പിന്നെ ഒന്ന് പറയുന്നത് ഈ പടയോട്ടങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവില്ലേ പഴയ ടിപ്പൂനിമാരിയുള്ള ആൾക്കാരൊക്കെ, അപ്പോൾ അങ്ങനെ നശിച്ചതാവാം എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇത് മുഴുവൻ പണി നടന്ന മാതിരിയല്ല. ഈ ഒരു കിഴക്കേ ഗോപുരം മാത്രം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ മാതിരിയല്ല, മീൻസ് ശരിക്കും പണിത മാതിരിയല്ല, മുഴുവൻ പണിയായ മാതിരിയല്ല. ഒന്നുമില്ലോ പണിതത് പൊട്ടിച്ച് കളഞ്ഞതാണ് പകുതി, അല്ലെങ്കിൽ മുഴുവൻ പണി നടന്നിട്ടില്ല. അതാണ് ഈ കിഴക്കേ ഗോപുരം കേട്ടോ.
പിന്നെ കണ്ടില്ലേ ഇത്രയും എന്ത് ഭംഗിയാണ് ഈ ദീപപ്രഭകളല്ലേ, നല്ല രസമാണ്. ഞങ്ങൾ അപ്പോഴേക്കൊക്കെ തൊഴുതെത്തിയപ്പോഴേക്ക് കുറേയൊക്കെ ദീപങ്ങളൊക്കെ കെട്ടിയിരിക്കണം. അല്ലെങ്കിൽ എന്തൊരു രസം അറിയാം. കണ്ടില്ലേ ആ 2 ഗോപുരങ്ങൾ മുകളിൽ നിന്നാൽ കാണുന്നുണ്ടോ? മുകളിൽ നിന്നിട്ട് ആ 2 ഗോപുരങ്ങൾ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടായിരുന്നു. കണ്ടില്ലേ വട്ടത്തിൽ കാണാനുള്ളത് കണ്ടില്ലേ. അപ്പോൾ ആദ്യം നമ്മൾ അന്നപൂർണേശ്വരിയെ തൊഴുതിട്ട് താഴെ തൊഴുതിട്ട് വേണം മുകളിലേക്ക് പോകാൻ. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ നമ്മളിതാ കഴിഞ്ഞു, തൊഴുകലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ശരി, ഇനി പോട്ടെ കേട്ടോ തിരിച്ച്. കണ്ടില്ലേ പാടങ്ങൾ രാത്രി നേരത്തും കാണാനില്ലേക്ക് ഞാറൊക്കെ നട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ച് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ എല്ലാവർക്കും തിരിച്ച് അവിടെ പരിപാടി ഇപ്പോഴും നടക്കുന്നുണ്ട്, 11 മണി വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പിന്നെ നാളെ ഇനിയിപ്പോൾ ആറാട്ടാണ് പ്രധാനം, അതിനൊന്നും വരലുണ്ടാവില്ല. അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല പാടങ്ങളാണ്, ഭയങ്കര ഭംഗിയുള്ള പാടങ്ങളാണ് ഇവിടെ. അപ്പോൾ എന്തായാലും തിരിച്ചു പോട്ടെ. തൊഴുതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ കാർത്തികല്ലേ എന്തായാലും എടുത്തതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ച്. അല്ലേ പഴയ ഇതൊക്കെ കാണാൻ തോന്നുന്നില്ലേ, ശരിക്കും പാടവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇല്ലേ പഴയൊരു നല്ല ഗ്രാമപ്രദേശമാണ്. വെള്ളത്തിനൊരു കമ്മിയില്ല ഇവിടെ. തെങ്ങുകളൊക്കെ പാടത്ത് വെച്ച തെങ്ങാട്ടോ. അപ്പോൾ എന്നാൽ ശരി കേട്ടോ, ടാറ്റാ.